ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ജോലി കാര്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ അതിനോടൊപ്പം ചുമ്മാ നടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. കൂടെ കുറച്ച് വ്ളോഗ്സ് എടുക്കാം, കുറച്ച് വീഡിയോസും ഫുട്ടേജസും കവർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. നാട്ടിലൊക്കെ ഭയങ്കര മഴയാണെന്ന് കേട്ടു. നാട്ടിലും ബോംബെയിലും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അച്ഛനമ്മേനെ വിളിച്ചിരുന്നു, രാവിലെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു നല്ല മഴ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കേട്ടപ്പോൾ കുറച്ച് കൊതിയായി. കാരണം ഇവിടെ ചൂടുണ്ട്, പക്ഷേ ഇന്ന് കുറച്ച് കുറവാണ് കേട്ടോ. ഇന്ന് അത്ര ചൂട് തോന്നുന്നില്ല, ഇന്ന് കുറച്ച് കുറവാണ്. പോരാത്ത ഇനി ഞാനൊന്ന് കൂളിംഗ് ഗ്ലാസ് എടുത്തു, കുറച്ചൊരു പ്രിക്കോഷൻ. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ വീട്ടിലെത്തുമ്പോഴേക്കും തന്നെ നമ്മുടെ കണ്ണൊക്കെ ഭയങ്കര ടയേർഡായി പോകും. സോ ആ പ്രിക്കോഷന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കൂളിംഗ് ഗ്ലാസ് ട്രൈ ചെയ്ത് നോക്കി. ഞാൻ പൊതുവേ യൂസ് ചെയ്യാറില്ല, പക്ഷേ ദുബായിൽ വന്നതിന് ശേഷം 2 ശീലങ്ങൾ എനിക്ക് പുതിയതായിട്ട് തുടങ്ങി. ഒന്ന് ഈ കൂളിംഗ് ഗ്ലാസ്, രണ്ടാമത്തെ സ്പോർട്സ് ഷൂസ്. കാരണം നമ്മൾ ദുബായിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ സ്ഥലങ്ങൾ നമുക്ക് നടന്ന് കാണാനാണ് നല്ലത്. അപ്പോൾ കുറേ നടക്കുമ്പോൾ നമ്മുടെ കാല് പെട്ടെന്ന് പെയിൻ തുടങ്ങും കേട്ടോ. അപ്പോൾ ഈ പെയിനും കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് സ്പോർട്സ് ഷൂസ് നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ഞാൻ തുടക്കത്തിലൊക്കെ അവിടെ വന്ന് കണ്ടപ്പോൾ എല്ലാവരുടെ അടുത്തും ഈ സ്പോർട്സ് ഷൂസ് ഉണ്ട്. അപ്പോൾ ഞാൻ വെച്ചു ഭയങ്കര സ്റ്റൈലാണല്ലോ, സ്റ്റൈലിന് വേണ്ടിയിട്ടാവും ഈ സ്പോർട്സ് ഷൂ ഒക്കെ ഇടുന്നത്. പക്ഷെ അല്ല കേട്ടോ, എനിക്കിപ്പോൾ ആ കാര്യം പിടികിട്ടിയത്. നമ്മളത് ഇടുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മുടെ കാലിനൊക്കെ റിലാക്സ് ഫീൽ കിട്ടും. നമ്മൾ എത്ര നടന്നാലും ആ ഒരു ടയർഡ്നെസ് വരില്ല. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇന്നലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുറേ അതിൽ ഇൻസ്റ്റാഗ്രാമിൽ കുറേ മെസ്സേജസ് വന്നു. അതായത് ചേച്ചി ദുബായിലേക്ക് എപ്പോഴാണ് വരേണ്ടത്, കാണാൻ പറ്റിയ സ്ഥലങ്ങൾ ഏതൊക്കെയാണ്, ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ എവിടെയാണ് താമസിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസിൻ്റെ ഉത്തരങ്ങളായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ചുമ്മാ ഇരുന്നുകൊണ്ട് ഈ ഉത്തരങ്ങൾ പറയണ്ട, നമുക്ക് പുറത്തിങ്ങനെ വ്ളോഗ്സൊക്കെ പിടിച്ച് നടന്നിട്ട് ഉത്തരങ്ങൾ പറയാമെന്ന് വിചാരിച്ചു അല്ലേ. അപ്പോൾ തുടങ്ങിയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഞാൻ ഇവിടെ വന്നിട്ട് എത്ര മാസമായി എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ ഇവിടെ വന്നിട്ട് ഏകദേശം ഇപ്പം 3-3.25 മാസമായിട്ടുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ജോബ് കണ്ടുപിടിക്കാൻ എളുപ്പമാണോ എന്നൊരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ജോബ് കണ്ടുപിടിക്കാൻ വലിയ പാടൊന്നുമില്ല, പക്ഷെ നമ്മൾ അതിന് വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കുറേ ജോബ് വെബ്സൈറ്റ്സും അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കാതെ നമ്മൾ പേഴ്സണലി പോയിട്ട് റെസ്യൂം കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഈ പാടൊന്നുമില്ല കേട്ടോ, കാരണം അത്രത്തോളം ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. നമ്മൾ ജസ്റ്റ് ഒരു എമിറേറ്റിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ, ദുബായിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ, നമ്മൾ ഷാർജയിലും അതേപോലെ ഫുജൈറ എന്ന് പറഞ്ഞൊരു എമിറേറ്റ് ഉണ്ട്, അതേപോലെ അബുദാബി, ഇവിടെ എല്ലാവരും നമ്മൾ ഈക്വലി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് 1-2 മാസത്തിനുള്ളിൽ തന്നെ ജോലി കിട്ടും. അതേപോലെ നമ്മുടെ സ്കിൽസും കാര്യങ്ങളൊക്കെ എപ്പോഴും അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ എത്രത്തോളം നമ്മുടെ സ്കിൽസും കാര്യങ്ങളൊക്കെ അപ്ഗ്രേഡ് ചെയ്യുന്നു, അത്രത്തോളം വേഗം നമുക്ക് നമ്മുടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ. ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ലിവിങ് എക്സ്പെൻസിനെ കുറിച്ചാണ്, ദുബായിലുള്ള ലിവിങ് എക്സ്പെൻസ്. അപ്പോൾ ഇത് ആക്ച്വലി കുറച്ച് വാസ്റ്റ് ടോപ്പിക്കാണ്. അപ്പം ഞാൻ ഇതിൻ്റെ പകുതി പോർഷൻ വേണമെങ്കിൽ ഇപ്പോൾ കവർ ചെയ്യാം, ബാക്കി പകുതി ഞാൻ വീട്ടിൽ ചെന്നിട്ട് കവർ ചെയ്യാം. കാരണം ഒടുക്കത്തെ വെയിലായതുകൊണ്ട് എനിക്ക് എല്ലാം കൂടി ഇവിടെ കവർ ചെയ്യാൻ പറ്റില്ല. എനിക്ക് വേഗം എൻ്റെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തണം. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ ഞാൻ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ എന്തായാലും തീർച്ചയായിട്ടും എൻഡ് വരെ കാണും കേട്ടോ. അപ്പോൾ ഒന്നും മിസ് ചെയ്യാതെ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ് എന്നാണ് കുറേ ക്വസ്റ്റ്യൻസ്. ആരൊക്കെ ഇവിടെ വരും, ഇവിടുന്ന് പോകാം. കുറിച്ച് നമ്മൾ പറയുമ്പോൾ നല്ല ലൈഫ് സ്റ്റൈൽ തന്നെയാണ് ഇവിടെ. അതേപോലെ സ്ട്രഗ്ലിങ്ങും ഒരുപാടുണ്ട്. സ്ട്രഗ്ലിങ് ഞാൻ ഉദ്ദേശിക്കുന്നത് ജോലി കിട്ടാൻ ഒന്നാമത്തെ കുറച്ച് ബുദ്ധിമുട്ടാണ്. പെട്ടെന്ന് നമുക്ക് വന്നോടാതെ നമുക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് സ്ട്രഗ്ലിംഗ് ഉണ്ട്. പിന്നെ വർക്കിംഗ് അവേഴ്സിൻ്റെ കാര്യത്തിലും കുറച്ച് സ്ട്രഗ്ലിംഗ് ഉണ്ട്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ഫാസ്റ്റ് ലൈഫാണ്. അപ്പോൾ ഞാൻ ബോംബെ ബ്രോട്ടപ്പാണ്, അപ്പോൾ അവിടെയും ഫാസ്റ്റ് ലൈഫാണ്. പക്ഷേ അവിടുത്തെ കാട്ടിൽ എത്രയോ ഇരട്ടി കൂടുതലുള്ള ഫാസ്റ്റ് ലൈഫാണ് ഇവിടെ ഉള്ളത്. ഇവിടെ എനിക്ക് തോന്നുന്നു ആൾക്കാർ ജസ്റ്റ് ഒരു 3-4 hours മാത്രമേ ഉറങ്ങുന്നുണ്ടാവുള്ളൂ. ബാക്കി എല്ലാ സമയത്തും ഈ ആൾക്കാർ ഫുൾ ടൈം ദേ ആർ ബിസി വിത്ത് സംതിങ്. അപ്പോൾ എസ്പെഷ്യലി ജോബ് ഭയങ്കരമായിട്ട് ഓൾമോസ്റ്റ് 8 to 12 hours വർക്കിംഗ് അവേഴ്സാണ്. സോ
അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതേപോലെ മെഡിക്കൽ ഫീൽഡ് ഉള്ളവർക്ക് സൺഡേസ് ഹോളിഡേയ്സ് ഇല്ല. സോ ഫാമിലി ടൈം കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ നല്ലോണം നമുക്ക് അത്യാവശ്യം രീതിയിൽ ഇൻകമൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ വരുമ്പോൾ കുറച്ച് അത്യാവശ്യം മെൻ്റലി പ്രിപ്പയർഡ് ആയിട്ട് വേണം വരാനായിട്ട്. കാരണം അത്രത്തോളം നമ്മൾ സ്ട്രഗിൾ ചെയ്യാൻ റെഡി ആണെങ്കിൽ നമുക്ക് നല്ലൊരു ലൈഫ് സ്റ്റൈൽ കിട്ടും. ലൈഫ് സ്റ്റൈൽ തന്നെ കേട്ടോ, അതിന് സംശയം വേണ്ട. കാരണം നമുക്ക് നമ്മുടെ ഇപ്പോൾ നല്ല ട്രെൻഡി ആയിട്ടുള്ള ക്ലോത്ത്സും അതേപോലെ കുട്ടികളുടെ ടോയ്സും അതേപോലെ കിച്ചൺ ഐറ്റംസ് എല്ലാ കാര്യങ്ങളും നല്ല ട്രെൻഡി ആയിട്ട് നമുക്കിവിടെ കിട്ടും. അതേപോലെ നല്ല വില കുറവിൽ ഓഫേഴ്സുള്ള സമയത്ത് വേണം പോകാനായിട്ട്. അപ്പോൾ ആ സമയത്ത് അത്യാവശ്യം നല്ല വില കുറവിൽ കിട്ടും. പിന്നെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ അത്യാവശ്യം സ്റ്റാറ്റസിൽ ജീവിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ നല്ല അടിപൊളി സ്ഥലമാണ്. അപ്പോൾ കുട്ടികളുടെ കാര്യത്തിൽ അത് നല്ലൊരു എഡ്യൂക്കേഷൻ നമുക്കിവിടെ കിട്ടും. അപ്പോൾ ഞങ്ങൾ ബിൽഡിങ്ങിന് താഴെ എത്തി. അത്ര ചൂടൊന്നുമില്ല, പക്ഷെ എന്നാൽ പോലും എന്താണെന്നല്ലേ പെട്ടെന്ന് ടയേർഡാവും. ഞാൻ പറഞ്ഞില്ലേ, വെള്ളം കൊണ്ടൊന്നും കാര്യമില്ല. നാരങ്ങ വെള്ളം, സർബത്ത് അങ്ങനത്തുള്ള കാര്യങ്ങൾ നമ്മളെപ്പോഴും കരുതി വെക്കണം. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ട് ഇതാ ഒരു നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞു കേട്ടോ. അതിൻ്റെ ഇടയിൽ വെച്ചിട്ട് സാധാരണ വെള്ളമാണ്. തണുത്ത വെള്ളം കുടിക്കാൻ കൊത്തിയായിട്ട് വയ്യ. ഞാൻ സാധാരണ തണുത്ത വെള്ളം അധികം പ്രിഫർ ചെയ്യാറില്ല. ഐസ്ക്രീമും കാര്യങ്ങളും കുഴപ്പമില്ല, പക്ഷെ എനിക്ക് തണുത്ത വെള്ളം എന്തോ എന്താണെന്ന് അറിഞ്ഞുകൂടാ. കാരണം കുറച്ച് കുടിച്ചു കഴിഞ്ഞാലും നമുക്ക് കുറേ എന്ന് കുടിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. പിന്നെ അവസാനം വോമിറ്റിംഗ് സെൻസേഷൻ പോലെ തുടങ്ങും എനിക്ക്. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ദുബായിലത്തെ ലിവിങ് എക്സ്പെൻസിനെ കുറിച്ചാണ്. അപ്പോൾ ഇതൊരു പേഴ്സണൽ ക്വസ്റ്റ്യനാണ്. പേഴ്സണൽ ക്വസ്റ്റ്യൻ പറഞ്ഞാൽ എല്ലാവർക്കും അവരുടേതായ എക്സ്പെൻസും കാര്യങ്ങളുണ്ട്. ചിലവർ ഭയങ്കര എന്താ പറയുക, അത്രയ്ക്കും കൺട്രോൾ ചെയ്ത് എക്സ്പെൻസ് ഒക്കെ കൺട്രോൾ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ബട്ട് ബാക്കി ചിലർ ഈ പറയുന്ന പോലെ നല്ല ലഗ്സറിയസ് ലൈഫായിരിക്കും. സോ അവരുടെ എക്സ്പെൻസ് വിൽ ബി ടോട്ടലി ഡിഫറെൻറ്റ്. അപ്പോൾ ഞാൻ ഒരു ആവറേജ് രീതിയിൽ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ പുതിയതായിട്ടുള്ള വരുന്ന ഒരു ഫാമിലി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് തുടക്കത്തിൽ പല രീതിയിലുള്ള എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഏറ്റവും ആദ്യത്തെ എക്സ്പീരിയൻസ് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു ഫ്ലാറ്റ് എടുക്കുമ്പോൾ ഇവിടെ 2 രീതിയിലാണ് നമുക്ക് ഫ്ലാറ്റ് കിട്ടുന്നത്. ഒന്നല്ലെങ്കിൽ നമുക്ക് ഇയർലി കോൺട്രാക്ട് ബേസിസിൽ നമ്മൾ ഫ്ലാറ്റ് എടുക്കണം, അല്ലെങ്കിൽ പിന്നെ നമ്മൾ മന്ത്ലി ബേസിസിൽ ഫ്ലാറ്റ് എടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഏറ്റവും ആദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഇയർലി ബേസിസ് കോൺട്രാക്റ്റ്. അങ്ങനെ ഇയർലി ബേസിസിൽ നമ്മളൊരു ഫ്ലാറ്റ് എടുക്കുകയാണെങ്കിൽ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം പോലെ ആയി അത്. അപ്പോൾ നമ്മൾ ഇയർലി ഒരു 4-5 ചെക്സ് നമ്മൾ കൊടുത്ത് വെക്കണം അവർക്ക്. അപ്പോൾ മന്ത്ലി അത് ഡിഡക്റ്റായിട്ട് പോകും. പിന്നെ രണ്ടാമത്തെന്ന് പറയുമ്പോൾ നമ്മുടെ മന്ത്ലി റെൻറ്റുള്ള ഫ്ലാറ്റ്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ മന്ത്ലി റെൻറ്റ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഇയർലി ബേസിസ് അല്ല എടുക്കുന്നത്. ഇപ്പോൾ സപ്പോസ് ഞാനിപ്പോൾ ഇയർലി ബേസിസ് എടുത്തു ആൻഡ് ഇഫ് ഐ എം ഗിവിങ് ദാറ്റ് ഫ്ലാറ്റ് ഫോർ സംവൺ എൽസ്, ഓക്കെ, ഓൺ എ മന്ത്ലി ബേസിസ്. അങ്ങനെയാണ് മെയിൻ ഓണറാണ് ഈ മന്ത്ലി ബേസിസിന് വേണ്ടിയിട്ട് ഫ്ലാറ്റ്സ് കൊടുക്കുന്നത്. അപ്പോൾ ഈ രണ്ടാമത്തെ പാർട്ടി എന്താ ചെയ്യുക, എല്ലാ മാസം നമുക്ക് ഈ വാടക തന്നുകൊണ്ടിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് ദ സെക്കൻഡ് തിങ്. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ പുതിയൊരു സ്ഥലത്തേക്ക് മാറുമ്പോൾ ഏറ്റവും ഫസ്റ്റ് ചിലവ് വരുന്നത് നമ്മുടെ ഫ്ലാറ്റിൻ്റെ ചിലവാണ് വരുന്നത്. സോ അത് പല റേഞ്ചും ഉണ്ട് കേട്ടോ. നമ്മൾ നാട്ടിലത്തെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏകദേശം ഒരു 2 or 3 വരും ഇവിടുത്തെ ഫ്ലാറ്റിൻ്റെ റെൻറ്റ്. അപ്പോൾ അത്രത്തോളം നമ്മൾ മെൻ്റലി പ്രിപ്പയർഡ് ആയിരിക്കണം. തുടക്കത്തിലുള്ള ഏറ്റവും വലിയ എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഫ്ലാറ്റിന് റെൻറ്റാണ്. അതന്നെ ഒരു അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ആവും. ഏകദേശം ഒരു 70,000 to 1 lakh rupees നമുക്ക് അതിന് വേണ്ടി മാറ്റി വെക്കേണ്ടി വരും. ഫസ്റ്റ് മന്തിൻ്റെ കുറിച്ച് ഞാൻ പറഞ്ഞു കേട്ടോ. ഇയർലി കോൺട്രാക്ട് ബേസിസിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 5,000 to 6,000 dirhams മിനിമം നമുക്ക് ഇനീഷ്യൽ ഡെപ്പോസിറ്റ് എമൗണ്ട് അടിക്കണം ടു സൈൻ ദി കോൺട്രാക്ട് ഫോർ ദി ഇയർലി ബേസിസ്. അപ്പോൾ അത്രത്തോളം നമുക്ക് എമൗണ്ട് തുടക്കത്തിൽ ഉണ്ടാവും. 1,000 to 6,000 dirhams പറയുമ്പോൾ ദിസ് ഇസ് എ മിനിമം എമൗണ്ട് വിച്ച് ഐ എം ടെലിംഗ്. ഓരോ ഏരിയ മാറും തോറും ഓരോ റേറ്റാണ്. ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന അവിടെ 5,000 ഉണ്ട്, അതേസമയത്ത് 14,000 ഡെപ്പോസിറ്റ് ചോദിക്കുന്നവരും ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ സ്ഥലത്തിൻ്റെയും ഡിപ്പെൻഡ് ആയിട്ടായിരിക്കും ഇരിക്കേണ്ടാവുക. സോ യു ഷുഡ് ബി മെൻ്റലി പ്രിപ്പയർഡ് ഫോർ ദാറ്റ് തിങ്.
അപ്പോൾ തുടക്കത്തിൽ നല്ലൊരു ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും നമുക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് വേണ്ടി വരിക ഈ ഫ്ലാറ്റ് എടുക്കാനായിട്ട്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ഈസ് എ ഗുഡ് ഓപ്ഷൻ. ഇപ്പോൾ നിങ്ങൾ പുതിയതായിട്ട് നിങ്ങൾ ദുബായിലേക്ക് വരുവാണെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ദാറ്റ് യു ടേക്ക് ഫസ്റ്റ് ഓൺ മന്ത്ലി ബേസിസ്. കാരണം നിങ്ങൾക്ക് സ്ഥലങ്ങളൊന്നും അറിഞ്ഞൂടാ. ഇവിടെ ഒന്ന് സ്ഥലം പരിചയം വരുമ്പോഴേക്കും തന്നെ 1-2 മാസം പോവും. അപ്പോൾ ചില സ്ഥലത്ത് നമുക്ക് താമസിക്കുമ്പോൾ അത്രത്തോളം കംഫർട്ടബിൾ ഉണ്ടാവില്ല, ചില സ്ഥലത്ത് വി ആർ വെരി കംഫർട്ടബിൾ. ഇപ്പോൾ ഞങ്ങളുടെ ഈ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി വെരി കംഫർട്ടബിൾ. ഞങ്ങൾ തുടക്കത്തിൽ വി വെർ ഓൺ മന്ത്ലി ബേസിസ്, നൗ വി ഹാവ് ചേഞ്ച് ദി കോൺട്രാക്ട് ഇൻ ടു ഇയർലി ബേസിസ്. കാരണം എനിക്ക് ഈ ഏരിയ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം അത്രയ്ക്കും സേഫ് ആണ്. അതേ സമയത്ത് നമ്മൾ പുറത്തിറങ്ങിയാൽ നമുക്ക് എല്ലാ ഫെസിലിറ്റീസും ഇവിടെ അവൈലബിൾ ആണ്. ഹോസ്പിറ്റൽസ്, മോൾസ്, എല്ലാ കാര്യങ്ങളും നമുക്ക് അവിടെ അവൈലബിൾ ആണ്. സോ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരുപാട് ദൂരം ട്രാവൽ ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. പക്ഷെ അതേ സമയത്ത് നമ്മൾ ചില ഏരിയാസ് ഉണ്ട്, ഐ ഡോണ്ട് വോണ്ട് ടു സ്പെസിഫൈ ദ നെയിംസ് റൈറ്റ് നൗ, കാരണം നിങ്ങൾക്കത് മനസ്സിലാവില്ല. ചില ഏരിയാസ് ഉണ്ട് അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു അൺകംഫർട്ടബിൾ സോണാണ്. ഇറ്റ്സ് എ പ്രോപ്പർ ദുബായ് സോൺ. കുറച്ച് അൺകംഫർട്ടബിൾ മീൻസ് ഫാമിലീസിന് കുറച്ചൊരു അൺകംഫർട്ടബിൾ ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. സോ അങ്ങനെ ആണെങ്കിൽ അവിടെ നിങ്ങൾ അഥവാ അവിടെ ചെന്ന് പെടുവാണെങ്കിൽ ഇഫ് സപ്പോസ് ഇറ്റ്സ് എ ഇയർലി കോൺട്രാക്ട്, അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ലോസ് ആയി പോകുന്നത്. അപ്പോൾ ഇറ്റ്സ് ബെറ്റർ ദാറ്റ് വെൻ എവർ യു ആർ കമ്മിങ് ഡിറക്റ്റ് ഫ്രം ഇന്ത്യ ടു ദുബായ്, ഫസ്റ്റ് ആദ്യമായിട്ട് വരുവാണെങ്കിൽ ആദ്യം മന്ത്ലി ബേസിസിൽ എടുക്കുക. ആൻഡ് ദെൻ ഇഫ് യു ഫീൽ കംഫർട്ടബിൾ ദെൻ യു ക്യാൻ കൺവേർട്ട് ഇൻ ടു ഇയർലി ബേസിസ്. അല്ലെങ്കിൽ വേറെ ഫ്ലാറ്റ്സ് നമുക്ക് ഇവിടെ കുറേ അവൈലബിൾ ഉണ്ട്. സോ യു ക്യാൻ ചൂസ് എനി വൺ ഓഫ് ദം. അപ്പോൾ അത് ഒരു എക്സ്പെൻസ് ആണ്. ഇത് ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ ബഡ്ജറ്റിന് അക്കോർഡിംഗ്ലി ആയിരിക്കും ഇതൊക്കെ. അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റിന് സൂട്ടാവുന്ന രീതിയിൽ ഫ്ലാറ്റ് എടുക്കാം. വാടക എന്ന് പറയണതും ഏകദേശം ഈ ഒരു മന്ത്ലി വാടകയാണെങ്കിൽ ഓൾമോസ്റ്റ് 3,000 തൊട്ടാണ് സ്റ്റാർട്ടിങ് വരുന്നത് കേട്ടോ. അതേ സമയത്ത് ഇവിടെ വേറെ ഒരു സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ പാർട്ടീഷൻസ് അവൈലബിൾ ആണ്, അതേപോലെ റൂം ഷെയറിങ്സ് അവൈലബിൾ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സപ്പോസ് ഒരു 2 BHK ഫ്ലാറ്റ് ഒരു ഓണർ എടുത്തിട്ടുണ്ടെങ്കിൽ സോ ഹി വിൽ യൂസ് 1 room ആസ് എ ബെഡ്റൂം ആൻഡ് ദി അതർ റൂം ആസ് എ എൻറ്റയർ ലിവിങ് റൂം ഫോർ അനദർ ഫാമിലി. അപ്പോൾ ഈ ഇങ്ങനത്തെ ഉള്ള സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാളും പിന്നെ കിച്ചണും വാഷ്റൂം, ഹാളും കിച്ചണും ഇത് രണ്ടും കോമൺ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. BHK എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ അടുത്ത് 2 bedroomsൻ്റെ ഒരു ഹാളും കൂടി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ പൊതുവെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എൻറ്റർ ചെയ്യുമ്പോൾ ചില ഫ്ലാറ്റ്സിൽ മാത്രം എൻട്രി ചെയ്യുമ്പോൾ തന്നെ ഹാൾ ഉണ്ടാവും, പിന്നെ 2 bedrooms ഉണ്ടാവും. പക്ഷെ മിക്ക ഫ്ലാറ്റ്സിലും ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ 3 rooms പോലെയാണ്. ആ ഹാൾ അടക്കം ഒരു റൂം പോലെയാണ് ഇവർ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഓണർ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു റൂം ഓണർ യൂസ് ചെയ്യും. ഓക്കെ, വേറെ 2 റൂമും പല ആൾക്കാർക്കും ഷെയറിംഗ് ബേസിസിലായിട്ട് കൊടുക്കും. ഫാമിലീസ് ആയാലും ബാച്ചിലേഴ്സ് ആയാലും അവർക്ക് ഷെയറിംഗ് ബേസിസിൽ കൊടുക്കും. അപ്പോൾ അവർ ആ ഒരു റൂം, ആ ഒരു ഫാമിലി ആ ഒരു റൂം മാത്രം യൂസ് ചെയ്യും. അപ്പോൾ അവർക്ക് കിച്ചൺ കോമൺ ആയിട്ടിരിക്കും കേട്ടോ എല്ലാ ഫാമിലീസും. അപ്പോൾ അവിടെ 3 families താമസിക്കുന്നുണ്ടെങ്കിൽ ആ 3 familiesസും ആ കിച്ചൺ കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ വാഷ്റൂം സെപ്പറേറ്റ് ആയിരിക്കും. ഈ 2 BHK എന്ന് പറയുമ്പോൾ വാഷ്റൂം സെപ്പറേറ്റ് ആയിരിക്കും. 1 BHK മാത്രമാണ് ചില ഫ്ലാറ്റ്സിൽ മാത്രമാണ് ഈ വാഷ്റൂം കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ ഇതുള്ളൂ, സെപ്പറേറ്റ് വാഷ്റൂംസ് ഇല്ല. അപ്പോൾ അതൊക്കെ നോക്കിയും കണ്ട് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വന്ന ഉടനെ തന്നെ ഇയർലി ബേസിസിൽ എടുക്കാണ്ട് ജസ്റ്റ് 1-2 മാസം മന്ത്ലി ബേസിസിൽ നോക്കൂ. എന്നിട്ട് പിന്നെ നമുക്ക് മെല്ലെ സാവകാശം നമുക്ക് മാറാവുന്നതേ ഉള്ളൂ. ദാറ്റ് വാസ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാ കാര്യത്തിലും ഇവിടെ അത്യാവശ്യം നല്ല ചിലവാണ്. ഒബ്വിയസ്ലി നമ്മുടെ സാധനങ്ങൾ, നമ്മൾ മലയാളീസിൻ്റെ സാധനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മട്ടാരി, അതേപോലെ നമ്മുടെ മസാലപ്പൊടികൾ, ഈസ്റ്റേൺ, അത് ഇത് എവറസ്റ്റ് അങ്ങനത്തെയുള്ള കാര്യങ്ങൾ, പിന്നെ അതേപോലെ കുറേ നമ്മുടെ പുട്ടുപൊടി, അരിപ്പൊടി അങ്ങനത്തെയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നിന്നാണല്ലോ വരുന്നത്. അപ്പോൾ അത്യാവശ്യം റേറ്റ് കൂടുതൽ തന്നെയാണ്. ഇവിടെ മറ്റേ എക്സ്പോർട്ട് ഡ്യൂട്ടി അതും ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് വരും ഇവിടേക്ക് എത്തുമ്പോഴേക്കും. അപ്പോൾ അതൊരു എക്സ്പെൻസ് ആണ്. പിന്നെ വേറെ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ എഡ്യൂക്കേഷൻ ഇറ്റ് ഈസ് ഓൾസോ വെരി എക്സ്പെൻസീവ്. എനിക്ക് തോന്നുന്നു നമ്മുടെ സാലറീൻ്റെ പകുതി 3/4 ഭാഗം നമ്മുടെ റെൻറ്റും പിന്നെ കുട്ടികളുടെ എഡ്യൂക്കേഷനിലാണ് പോണത്. അപ്പം ഞാൻ നിങ്ങളോടൊപ്പം സംസാരിച്ച് നമുക്ക് ക്യാരറ്റ് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ രാവിലെ എണീറ്റ് മത്തൻ മുളകൂശ ഉണ്ടാക്കിട്ടോ. ഞങ്ങളുടെ നാട്ടിൽ മത്തൻ മുളകൂശ എന്നാണ് പറയുക. അപ്പോൾ നിങ്ങളവിടെ എന്താ പറയുക അറിയില്ല. തേങ്ങയും നമ്മുടെ പരിപ്പ് എല്ലാം വേവിച്ചിട്ട്, പരിപ്പും മത്തനൊക്കെ വേവിച്ചിട്ട് അതിൽ നമ്മൾ തേങ്ങയും ജീരകമൊക്കെ അരച്ചിട്ട് ചേർക്കണത് കേട്ടോ. അതിന് മുളകൂശ എന്നാണ് പറയുക. നിങ്ങളോട് എന്താ പറയാന്ന് അറിയില്ല. അപ്പോൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോ എന്താ പറയാന്ന്. അപ്പോൾ എൻ്റെ വ്യൂവേഴ്സിന് എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ രാവിലെ അതാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ ഉപ്പേരിയായിട്ട് എന്തെങ്കിലും നമുക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ.
എനിക്ക് ക്യാരറ്റും മത്തനും കൂടി ഇഷ്ടമല്ല, കാരണം രണ്ടും ഭയങ്കര മധുരമല്ല. എനിക്ക് രണ്ടും മധുരം എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ കൂട്ടത്തിൽ എന്തെങ്കിലും എരിവുള്ളത് എനിക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടായിരുന്നു. എരിവുള്ള കറി എന്ന് പറയുമ്പോൾ എന്താ ഉണ്ടാക്കുക? അപ്പോൾ ഒന്നും കിട്ടിയില്ല. കിട്ടാത്ത സ്ഥിതിക്ക് ഞാൻ ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്ത് ചെയ്യാനാ, നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണം പല കാര്യത്തിലും. അങ്ങനെ അപ്പോൾ കുക്കിംഗ് ഏറ്റവും വലിയ പ്രശ്നമാണ് കേട്ടോ. നാട്ടിലായിരുന്നപ്പോൾ ഭയങ്കര സുഖമായിരുന്നു. കാരണം നമ്മൾ ജസ്റ്റ് ഫുഡ് കഴിക്കാൻ നേരം അവിടെ ടേബിളിൽ വന്നൊന്ന് ഇരുന്നാൽ മതി, നമ്മുടെ അമ്മമാരെല്ലാം ഉണ്ടാക്കി തരും. ഇപ്പോൾ ശരിക്കും ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. അമ്മ വീഡിയോ കാണണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ചില സമയത്തൊക്കെ തോന്നിട്ട് നമുക്കൊന്ന് വയ്യാന്ന് തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നാറുണ്ട് ഒന്ന് കൊറിയർ അയക്കാൻ പറ്റിയിരുന്നെങ്കിലോ എന്നുള്ള എനിക്ക് കൊതി തോന്നിയിട്ടുണ്ട്. ഓക്കെ, അപ്പം അത് കുറേ നമ്മുടെ കാര്യങ്ങൾ നോസ്റ്റാൾജിയ അല്ലേ. നമ്മൾ നാട്ടിലിരിക്കുമ്പോൾ തോന്നും എങ്ങനെയെങ്കിലും ഒന്ന് നമുക്ക് നാട് വിടണം എന്നുള്ളത്, പുറത്ത് ജീവിക്കണം എന്നുള്ളത്. പുറത്തെത്തിക്കഴിഞ്ഞാൽ തോന്നും ഇതിനാളും വേറെ നമ്മുടെ നാട് തന്നെയാണെന്നുള്ളത് അല്ലേ. ഞാൻ ചുമ്മാ പറയാണ്, അങ്ങനൊന്നുമില്ല. എല്ലാ സ്ഥലത്തും അതിൻ്റെതായ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ എക്സ്പെൻസ് ഞാൻ പറഞ്ഞു വന്നപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ വരുന്നത്. അതേപോലെ പച്ചക്കറി കാര്യങ്ങൾ അതും കുറച്ച് എക്സ്പെൻസീവ് ആണ്. പക്ഷേ അതേ സമയത്ത് നമ്മൾ ഈ ഓഫേഴ്സ് വരുമ്പോൾ നമ്മൾ ഓഫേഴ്സ് നോക്കി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല വില കുറവ് കിട്ടും. ഇപ്പം നമുക്ക് ഏകദേശം ഒരു ഇന്ത്യൻ റുപ്പീസ് 20 റുപ്പീസ് നമുക്ക് 1 കിലോ ക്യാരറ്റ് കിട്ടും, 1 കിലോ ബീറ്റ്റൂട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ എന്താ പറയുക പടവലങ്ങി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല വില കുറവിൽ കിട്ടും. പക്ഷേ ഓഫേഴ്സ് വരുന്നത് നമ്മൾ ശരിക്കും കാത്തിരിക്കണം. ഇവിടെ ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോസ് കണ്ടവർക്ക് അറിയാം, ഇവിടെ ശരിക്കും ഒരു ബ്രോഷർ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അവർക്ക് ഓൾമോസ്റ്റ് എല്ലാ ആഴ്ചയിലും കുറേ ഇവിടെ അടുത്തുള്ള കടകൾ, മോൾസ്, സൂപ്പർ മാർക്കറ്റ്സ് എല്ലാവരും അവരവരുടെ ബ്രോഷറും കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻഡിവിജ്വലി നമുക്ക് ഫ്ലാറ്റ്സ് പ്രൊവൈഡ് ചെയ്യും, അല്ലെങ്കിൽ പിന്നെ സെക്യൂരിറ്റീൻ്റെ അടുത്ത് വെക്കും. അത് നമുക്ക് എടുത്ത് കൊണ്ടുവരാം. അപ്പോൾ അതിൽ എല്ലാ പച്ചക്കറിയുടെ വില, അത് പച്ചക്കറി മാത്രമല്ല എല്ലാ ഗ്രോസറി ഐറ്റംസ്, ഡ്രസ്സ് ഐറ്റംസ്, കിഡ്സ് ടോയ്സ്, സ്റ്റേഷനറി ഐറ്റംസ്, അങ്ങനെ എല്ലാ കാര്യത്തിലും എല്ലാത്തിനും ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. സോ അതിനനുസരിച്ച് നമുക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ. ലിമിറ്റഡ് പീരിയഡ് ഓഫേഴ്സ് ആയിരിക്കും. ഇപ്പോൾ ഈ അൽനാദ ഗിഫ്റ്റ് സെൻറ്റർ, പിന്നെ ഗിഫ്റ്റ് സെൻറ്റർ ഉണ്ട് നമ്മുടെ ഏരിയയുടെ അടുത്ത് തന്നെ. അപ്പോൾ അവിടെ ഈ ഇപ്പോൾ ഇന്നലെ തൊട്ട് ഇനിയിപ്പോൾ സൺഡേ വരെ അവർ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് അടിപൊളി ദിവസം പോയിട്ട് വരണം എന്നുണ്ട്. കാരണം അത്യാവശ്യം ഓൾറെഡി അവർക്ക് നല്ല ഓഫേഴ്സ് ഉണ്ട്. ഇനിയിപ്പോൾ ഈ ഓഫർ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി വില കുറവ് നമുക്ക് കിട്ടുമ്പോൾ കുറേ സാധനങ്ങൾ നമുക്ക് പർച്ചേസ് ചെയ്യാം ഒറ്റയടിക്ക്. അപ്പോൾ ഈ ലിവിങ് എക്സ്പെൻസ് പറയുമ്പോൾ അത് ഓരോരുത്തരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, അത് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ എത്രത്തോളം കൺട്രോൾ ചെയ്യുന്നു അത്രത്തോളം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. കൺട്രോൾ ഇൻ ദ സെൻസ്, ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര ട്രെൻഡി ആയിട്ടുള്ള ലേഡീസ് ഡ്രസ്സ് ഐറ്റംസ്, അതേപോലെ ജെൻസിൻ്റെ ഡ്രസ്സ് ഐറ്റംസ്, അതേപോലെ കിഡ്സിൻ്റെ ടോയ്സും കാര്യങ്ങളും, അതേപോലെ നമ്മുടെ വീടിനെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയ ഐറ്റംസും, നമ്മുടെ പാത്രങ്ങളടക്കം നല്ല ഭംഗിയുള്ള ഒരു കുറേ സംഭവങ്ങൾ ഇവിടെ വാങ്ങാൻ നമുക്ക് കിട്ടും. പക്ഷെ നമുക്കൊന്ന് കൺട്രോൾ ചെയ്ത് കടിച്ച് പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നമുക്ക് പൈസ സേവ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ കുറേ പൈസയുമായിട്ടാണ് ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് പിന്നെ അത് വാങ്ങാതെ തിരിച്ചു വരാൻ പറ്റില്ല. കാരണം അത്രയ്ക്കും ഒരു നമുക്ക് അങ്ങനെയാണോ സൂപ്പർ മാർക്കറ്റിൽ നല്ല ഭംഗിയുള്ള ടോപ്പും ജീൻസും കണ്ടു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമ്മൾ എത്ര തന്നെ നമ്മുടെ മനസ്സിന് പറഞ്ഞു കൊടുത്താലും വാങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞാലും നമ്മളത് ഓട്ടോമാറ്റിക്കലി അത് വാങ്ങിപ്പോവും. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പോകുമ്പോൾ അത്യാവശ്യം ലിമിറ്റഡ് ആയിട്ടുള്ള ക്യാഷ് വേണം കൊണ്ടുപോകാനായിട്ട്. ഒരിക്കലും ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഈ 2 സാധനങ്ങൾ കൊണ്ടുപോകാതിരിക്കുക സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ, അല്ലെങ്കിൽ മോൾസിനും, അല്ലെങ്കിൽ കറങ്ങാൻ പോകുമ്പോൾ ഒക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എപ്പോഴും ലിമിറ്റഡ് ആയിട്ടുള്ള എമൗണ്ട് മാത്രമേ നമ്മുടെ പേഴ്സിൽ ഉണ്ടാവാൻ പാടുള്ളൂ. അങ്ങനത്തെ ഉള്ള ടിപ്സ് ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ വന്നതിന് ശേഷം കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് കുറച്ച് ക്യാഷ് സേവ് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ ഫുഡ് ഐറ്റംസ് ആയാലും കുറേ വെസ്റ്റേൺ ഫുഡ് ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഈസിലി അവൈലബിൾ ആണ്, നമ്മുടെ നാട്ടിലത്തെക്കാട്ടും എത്രയോ ഈസി ആയിട്ട് ഇവിടെ അവൈലബിൾ ആണ്. സോ അതിലും ചെന്ന് പെടാതിരിക്കാൻ നോക്കുക. വല്ലപ്പോഴും മന്ത്ലി വൺസ് ഓർ ട്വൈസ് ഇസ് ഓക്കെ, ബട്ട് എവറി ഡേ അത് കുറച്ച് എക്സ്പെൻസീവ് ആണ് ഇവിടെ. പിന്നെ ഫുഡ് നമ്മൾ ഭക്ഷണമായാലും ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളായാലും അത്യാവശ്യം വരുമ്പോൾ മാത്രം ഇടയ്ക്ക് വല്ലപ്പോഴും കഴിക്കാം, ദാറ്റ് ഇസ് ഫൈൻ. ബട്ട് നമ്മൾ റെഗുലർ ബേസിസിൽ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ പൈസ അങ്ങനെ തന്നെ കുറേ ചിലവായി പോവും. ഓക്കെ, ഒരു മോള് വികത്തി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡ്രസ്സിൻ്റെ കാര്യത്തിൽ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇവിടെ കുറച്ചും കൂടി അഫോർഡബിൾ ആണ്. പൊതുവേ നമ്മൾ റെഗുലർ ബേസിസിൽ പോകുമ്പോൾ ഒബ്വിയസ്ലി അഫോർഡബിൾ അല്ല, പക്ഷേ ഇങ്ങനത്തെ ഓഫേഴ്സിൻ്റെ സമയത്തൊക്കെ ഭയങ്കര അഫോർഡബിൾ ആണ്. കാരണം എനിക്ക് പലതവണ തോന്നിയിട്ടുള്ളത്, അപ്പോൾ ഞാൻ നാട്ടിൽ വാങ്ങി നമ്മുടെ വീട്ടിലിടുന്ന നമ്മുടെ കാഷ്വൽ കൈൻഡ് ഓഫ് പ്ലാസോസ് ആൻഡ് ടീഷർട്ട്സ് ഒക്കെ ഓൾമോസ്റ്റ് എനിക്ക്
പ്ലാസോ എനിക്ക് 250 റുപ്പീസിനാണ് ഞാൻ നോർമലായിട്ട് കിട്ടുന്നത്. നോർമൽ പ്ലാസോ, ബ്രാൻഡഡ് ഒന്നുമല്ല, നോർമൽ പ്ലാസോ 250 റേഞ്ചിലാണ്. പിന്നെ ഷർട്ട്സ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ 300-400 ടീഷർട്ട്സ് ഒക്കെ 300-400 റേഞ്ചിലായിട്ടുണ്ട് നാട്ടിൽ. സോ എല്ലാം കൂടി 700-750 ആ റേഞ്ചിലാണ് ജസ്റ്റ് 1 പെയർ ഓഫ് പ്ലാസോ ആൻഡ് ടീഷർട്ട് ഒക്കെ കിട്ടുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ ഓഫേഴ്സുള്ള സമയത്ത് വാങ്ങിക്കഴിഞ്ഞാൽ ഞാനിപ്പോൾ 2 ദിവസം മുന്നേ തന്നെ ഈ അല്ലാതെ ഗിഫ്റ്റ് സെൻറ്ററിൽ ഞാൻ പോയപ്പോൾ 5 ദിർഹംസിൻ്റെ എനിക്ക് പ്ലാസോ കിട്ടിയത്. 5 ദിർഹംസ് എന്ന് പറയുമ്പോൾ നാട്ടിലത്തെ ഏകദേശം ഒരു 100 റുപ്പീസ് റേഞ്ചിലാണ് വരുന്നത് കേട്ടോ. നല്ല അടിപൊളി പ്ലാസോ ആണ്. അതേപോലെ ടീഷർട്ട് വാസ് 10 ദിർഹംസ്. അപ്പോൾ 2 കൂടി 15 ദിർഹംസ്. പിന്നെ നാട്ടിലത്തെ ഏകദേശം ഒരു 300 റുപ്പീസിൽ നമുക്ക് 1 സെറ്റ് ഓഫ് പ്ലാസോ ആൻഡ് ടീഷർട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള ഓഫേഴ്സുള്ള സമയത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല ലാഭത്തിൽ തന്നെ നമുക്ക് എല്ലാം കിട്ടും കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യമുണ്ട്. അതേപോലെ തന്നെ ജീൻസ് ടോപ്സ്, അതേപോലെ ഫോർമൽ കൈൻഡ് ഓഫ് ഡ്രസ്സസ്, അങ്ങനത്തെ ഉള്ള ഡ്രസ്സസ് ഒക്കെ എനിക്ക് തോന്നുന്നു ഇവിടുന്ന് വാങ്ങണതാണ്, ഈ ഓഫേഴ്സുള്ള സമയത്ത് വാങ്ങുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ. നാട്ടിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വരേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ ആ ഒരു മിസ്റ്റേക്ക് ചെയ്തു. നാട്ടിൽ നിന്ന് കുറേ ഡ്രസ്സസ് ഞാൻ വാങ്ങിക്കൊണ്ട് വന്നു. ഏകദേശം നാട്ടിൽ പറയാമല്ലോ, ടോപ്സ് ഒക്കെ വാങ്ങാൻ പോയി കഴിഞ്ഞാൽ 1000 റേഞ്ചിലൊക്കെയാണ് ഇപ്പോൾ നാട്ടിൽ കിട്ടുന്നത്. ഇവിടെ നമുക്ക് 1000 റുപ്പീസിൽ നമുക്ക് അത്യാവശ്യം ഒരു 3-4 ടീഷർട്ട്സ് അല്ലെങ്കിൽ ടോപ്സ് എങ്കിലും നമുക്ക് സുഖമായിട്ട് കിട്ടും. അപ്പോൾ ഞങ്ങളുടെ മന്ത്ലി എക്സ്പെൻസ് എത്ര ആവും ഒന്ന് ഗസ് ചെയ്ത് നോക്കാമോ? ഓക്കെ, കമൻറ്റ് സെക്ഷനിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ എത്രത്തോളം ഞങ്ങളുടെ മന്ത്ലി എക്സ്പെൻസ് ഉണ്ടായിരിക്കും എന്നുള്ളത്. ഇത് ഞാൻ എന്താ പറയുക, ഐ ആം ലിവിങ് ഇറ്റ് ടു യു. യു ക്യാൻ ജസ്റ്റ് കമൻറ്റ് വാട്ട് എവർ ഈസ് അവർ മന്ത്ലി എക്സ്പെൻസ്. ഞങ്ങളുടെ ഇപ്പോൾ ഇത്രയും വ്ളോഗ്സും ഷോർട്സ് ഒക്കെ കണ്ടിട്ടുള്ളതല്ലേ, അപ്പോൾ അത് വെച്ചിട്ടൊന്ന് ഊഹിച്ചത് നോക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് നോക്കാം ആർക്ക് കറക്റ്റ് ആൻസർ കിട്ടണം നമുക്ക് നോക്കട്ടോ. തീർച്ചയായിട്ടും ഞാൻ പറയാം എത്രയാണ് നമ്മുടെ മന്ത്ലി എക്സ്പെൻസ് വരുന്നത് ഞാൻ പറയാം. പക്ഷേ എനിക്ക് കാണണം അതിൽ എത്രത്തോളം ആൾക്കാർക്ക് കറക്റ്റായിട്ട് ഊഹിക്കാൻ പറ്റണമെന്ന് എനിക്ക് കാണണം. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോയിൽ വരുമ്പോൾ ഞാൻ എക്സ്പോസ് ചെയ്യാം എൻ്റെ മന്ത്ലി എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ. അങ്ങനെയാണ്. അപ്പോൾ ദുബായ് ജീവിതം നല്ല അടിപൊളി ജീവിതം തന്നെയാണ്, അത്രയ്ക്കും ഫാസ്റ്റ് ലൈഫാണ്. അപ്പോൾ അതിലൂടെ നമ്മളൊന്ന് അഡ്ജസ്റ്റായി വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി ലൈഫാണ്. നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഇൻകം ഉണ്ടാക്കാൻ പറ്റും. തുടക്കത്തിൽ ഭയങ്കര സ്ട്രഗ്ലിംഗ് ആയിരിക്കും, ഈ പറഞ്ഞ പോലെ ജോലി കണ്ടുപിടിക്കാൻ സ്ട്രഗ്ലിംഗ് ആയിരിക്കും, നമ്മൾ ജോലിയൂടെ നമ്മൾ അഡാപ്റ്റ് ചെയ്യാൻ കുറച്ച് സ്ട്രഗ്ലിംഗ് ആയിരിക്കും. അതേപോലെ കുട്ടികളെ ബേബി സിറ്റിങ്ങിൽ ഉറപ്പായിട്ടും വിടേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ആരുടെയെങ്കിലും പേരൻസ് ഒക്കെ വരാൻ പറ്റുവാണെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ്. ബട്ട് ദെൻ വരാൻ പറ്റാത്തവരാണെങ്കിൽ പിന്നെ നമുക്ക് ഒബ്വിയസ്ലി കുട്ടികളെ ബേബി സിറ്റിങ്ങിൽ കൊണ്ടാക്കേണ്ടി വരും. സംടൈംസ് 10-11 മണി വരെ നൈറ്റ് ടൈം 10-11 മണി വരെയൊക്കെ നമുക്ക് ബേബി സിറ്റിങ്ങിൽ കൊണ്ടാക്കേണ്ടി വരും കേട്ടോ. സോ അങ്ങനത്തെയുള്ള ഫാമിലീസിനും എനിക്കറിയാം. അപ്പോൾ ബിക്കോസ് ബോത്ത് ഹസ്ബൻഡ് വൈഫ് ആർ വർക്കിംഗ് ടിൽ ദാറ്റ് ടൈം. അപ്പോൾ വേറെ നിവർത്തിയില്ല, കുട്ടീനെ നമുക്ക് വീട്ടിൽ ഒറ്റയ്ക്ക് ആക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ബേബി സിറ്റിങ്സും നല്ല ഫെസിലിറ്റീസ് ഉണ്ട് ഇവിടെ. വീട്ടിൽ നടത്തുന്ന ബേബി സിറ്റിങ്സ് ഉണ്ട്, കുറേ ഇഷ്ടം പോലെ മലയാളി ഫാമിലീസ് ഇവിടെ ബേബി സിറ്റിംഗ് നടത്താറുണ്ട്. അതേപോലെ ഇവിടെ പ്രൈവറ്റ് സെൻറ്റേഴ്സ് ഉണ്ട്, നഴ്സറി സെൻറ്റേഴ്സ് പോലെ തന്നെ ബേബി സിറ്റിംഗ് സെൻറ്റേഴ്സ് ഉണ്ട്, ഇവിടെ ഡേ കെയർ സെൻറ്റേഴ്സ് ഉണ്ട്. സോ അവിടെ പക്ഷേ ലിമിറ്റഡ് ടൈംസ് പീരീഡ് ആണ്, ദാറ്റ് ഇസ് 7 to 7:30 വരെ നൈറ്റ് വരെ ഉള്ളൂ അവർ ബേബി സിറ്റിംഗ് നോക്കണത്, ഡേ കെയർ നോക്കണത്. അപ്പോൾ ഇങ്ങനെ 10 o'clock വരെ 10:30 വരെ വർക്ക് ചെയ്യുന്ന കപ്പിൾസൊക്കെ ആണെങ്കിൽ ഇറ്റ്സ് ബെറ്റർ വീട്ടിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ ബേബി സിറ്റ് നടത്തുന്നവരടുത്ത് കൊണ്ടാക്കുന്നത് കുറച്ചും കൂടി ബെറ്റർ. അപ്പോൾ അവർ ചിലവർ ഫുഡും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും, കുട്ടീനെ കുളിപ്പിക്കുക, ഫുഡ് പ്രൊവൈഡ് ചെയ്യുക, സ്നാക്സ്, പിന്നെ കുട്ടികൾക്ക് പാല് എന്ത് വേണം വെച്ചാൽ അതൊക്കെ പ്രൊവൈഡ് ചെയ്യുക, കുട്ടിയെ കളിപ്പിക്കാൻ കൊണ്ട് പോവുക, അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ അവർ ചെയ്തോളും. ചിലവർ മാത്രമേ ഫുഡ് പ്രൊവൈഡ് ചെയ്യാത്തവരുള്ളൂ. പിന്നെ ബേബി സിറ്റിങ്ങിൻ്റെ എക്സ്പെൻസ് വരുന്നത് ഏകദേശം ഒരു 700 to 1,500 ദിർഹംസിലാണ് മന്ത്ലി എക്സ്പെൻസ് വരുന്നത്. ദാറ്റ് ടു ഡിപ്പെൻസ്. ഇപ്പോൾ നിങ്ങൾ ഏത് ബേബി സിറ്റിങ്ങിലേക്കാണ് വിടുന്നത്, അവർ എത്രത്തോളം ഫെസിലിറ്റീസ് നിങ്ങളുടെ കുട്ടിക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ അക്കോർഡിംഗ്ലി ആണ് ഈ ചാർജസ് ഡിഫർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇനി എനിക്ക് ക്യാരറ്റ് ഒന്ന് കട്ട് ചെയ്തൊന്ന് വെക്കണം. ഇത് വലിയൊരു തലവേദനയാണ്. ഇതൊന്ന് എളുപ്പപ്പണിയാക്കാൻ എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചിരുന്നെങ്കിലോ എന്നൊരു ആഗ്രഹം തോന്നി. ചോപ്പർ എന്തൊക്കെയോ ഉണ്ട് തോന്നുന്നു, പക്ഷെ എനിക്കത് അത്ര താല്പര്യം തോന്നിയില്ല. ചോപ്പർ ഞാൻ പേഴ്സണലി യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ എനിക്കത്ര എഫക്റ്റീവായിട്ട് തോന്നിയിട്ടില്ല. അപ്പം ഞാൻ കിച്ചണിൽ പോയിട്ട് പണികളൊക്കെ കണ്ടിന്യൂ ചെയ്യട്ടെ. ഓക്കെ, അപ്പോൾ ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നല്ല അടിപൊളി വ്ളോഗായിട്ട് ഞാൻ വരാം. അപ്പോൾ എൻ്റെ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാൻ ഞാൻ പോട്ടെ. കാരണം ഇപ്പോൾ തന്നെ സമയം 12 മണിയായി. ഇനിയിപ്പോൾ എനിക്ക് അരമണിക്കൂറിനുള്ളിൽ ഇതൊക്കെ കട്ട് ചെയ്ത് ഉപ്പേരിയൊക്കെ വെച്ച് എനിക്ക് വേണം ചോറുണ്ണാൻ. അത്യാവശ്യം വിശപ്പ് തുടങ്ങിയിട്ടുണ്ട്. രാവിലെ ഒന്നും കഴിച്ചില്ല കേട്ടോ. രാവിലെ കുറച്ച് എനിക്ക് ആസിഡിറ്റി, ഞാൻ പറഞ്ഞില്ല കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് ആസിഡിറ്റി ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. സോ രാവിലെ ഒന്നും കഴിച്ചില്ല. അപ്പോൾ ഇപ്പോൾ കുറച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. ചോറുണ്ടാക്കിയില്ല, കഞ്ഞിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. എല്ലാ ഫ്രണ്ട്സും ഫാമിലി റിലേറ്റീവ്സ് എല്ലാവരുമായിട്ടും എൻ്റെ വീഡിയോസൊക്കെ മാക്സിമം ഷെയർ ചെയ്യാം കേട്ടോ. എനിക്ക് ബൈ, ടേക്ക് കെയർ.